തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. സന്ധികളെ പോലും തുളച്ചിടും വചനം, അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോന പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി. നിൻ്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി. സമുദ്രത്തിൻ്റെ ആഴത്തിൽ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന, സമുദ്രത്തിൻ്റെ ആഴത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന. എവിടെയും പ്രാർത്ഥിക്കാം. ആവശ്യക്കാരൻ എവിടെയും ഇരുന്ന് പ്രാർത്ഥിക്കാം. അത്യാവശ്യക്കാരന് പ്രാർത്ഥിക്കാൻ സമയമോ സ്ഥലമോ ഭേദം നോക്കേണ്ട ആവശ്യമില്ല. യോന ഇപ്പോൾ അത്യാവശ്യക്കാരനാണ്. അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞു. വലിയൊരു അനർത്ഥത്തിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാഹ്യലോകം കാണുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയുമില്ല. തീർന്നു, ജീവിതം തീർന്നു. മത്സ്യം വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യോനയ്ക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ യോനയ്ക്കൊരു അത്ഭുതം. ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ അവിടെ കിടന്നുകൊണ്ട് ഞാൻ അയ്യം വിളിച്ചു.
ഞാനങ്ങ് മരണത്തിൻ്റെ ഗഹ്വരത്തിൽ ഇറങ്ങിപ്പോയിരുന്നു. പാതാളത്തിൻ്റെ അന്തരാളത്തിലേക്ക് ഞാൻ പോയിപ്പോയിരുന്നു. പാതാളത്തിൻ്റെ വയറ്റിൽ കിടന്ന് ഞാൻ അയ്യം വിളിച്ചു. പ്രിയപ്പെട്ടവരെ, യോന ധരിച്ചത് ഞാൻ മരിച്ചു കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് യോന ചിന്തിക്കുന്നത്. മരിച്ചു കഴിഞ്ഞു, പാതാളത്തിൻ്റെ അഗാധ തലങ്ങൾ വരെയും ഞാൻ എത്തിക്കഴിഞ്ഞു എന്നാണ് ചിന്തിച്ചത്. അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചു. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യോനയുടെ പ്രാർത്ഥന ഉള്ളം നുറുങ്ങിയുള്ള പ്രാർത്ഥനയാണ്, ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന. ഒരു കാര്യം വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ, അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അനേകം പേർക്ക് അനുഭവമാണ്. ഉള്ളു നുറുങ്ങി, ഹൃദയം തകർന്ന്, എൻ്റെ കർത്താവേ, നീ എൻ്റെ കാര്യത്തിൽ എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് നിങ്ങൾ നൊന്ത് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കും. പ്രിയപ്പെട്ടവരെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട്. സ്വർഗത്തിലെ അപ്പ എന്ന് വിളിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരപ്പൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു പിതാവ്, അപ്പ എന്ന് വിളിക്കാൻ പദവി തന്ന ഒരു ദൈവം. ആരാണ് ഈ ദൈവം? നിത്യപരിശുദ്ധനായ തേജോമയനായ ദൈവം. ഈ പാവപ്പെട്ട മനുഷ്യൻ, വെറും കൃമിയായ മനുഷ്യൻ, ഈ മനുഷ്യൻ നിലവിളിക്കുമ്പോൾ അവൻ പറയുന്ന അവൻ്റെ വാക്കുകൾക്ക് മാത്രമല്ല, ഹൃദയത്തിൻ്റെ ദാഹം കാണുന്ന, ഹൃദയത്തിൻ്റെ ആഗ്രഹം കാണുന്ന, അവൻ്റെ ആവശ്യം കാണുന്ന സ്നേഹനിധിയായ ഒരു പിതാവ്, വാത്സല്യനിധിയായൊരു പിതാവ്. യോന എന്താണ് ചെയ്തത്? മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടനിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. പാതാളത്തിൻ്റെ വയറ്റിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി. മരണത്തിൻ്റെ ഗുഹയ്ക്കുള്ളിലേക്ക് ഞാൻ കടന്നുപോയി. മരണത്തിൻ്റെ തുരങ്കിനുള്ളിലേക്ക് ഞാൻ കടന്നുപോയി. ഈ തുരങ്കത്തിനുള്ളിൽ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ തുരങ്കത്തിനുള്ളിൽ ഞാനങ്ങ് പെട്ടുപോയി. ആ യോനയുടെ മനസ്സിൽ കൂടി എന്തെല്ലാമാണ് അപ്പോൾ പാഞ്ഞു പോയത്. കപ്പലിൽ നിന്ന് യോനയെ കടലിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ, ആ സമയത്ത് വെള്ളത്തിൽ ഇങ്ങനെ താണു പോകുന്ന സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിൽ കൂടി പോയ ചിന്തകൾ എന്തെല്ലാമായിരിക്കും? ഇതാ ഞാൻ തീരുന്നു, വേറൊന്നും ചിന്തിക്കാൻ ഒക്കുന്നില്ല. യോന അപ്പോൾ ഓർത്ത് കാണുമോ നമുക്ക് അറിഞ്ഞുകൂടാ. യോന ഓർത്ത് കാണുമോ, അയ്യോ, ഈ ഭൂമിയിൽ എന്നെ ഏൽപ്പിച്ച വേല തികയ്ക്കാമായിരുന്നു. ഞാൻ കിഴക്കോട്ട് പോകാൻ പറഞ്ഞപ്പോൾ പടിഞ്ഞാറോട്ട് പോകരുതായിരുന്നു, വേണ്ടായിരുന്നു, തെറ്റായ വഴിക്ക് തിരിയണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ചിന്തിച്ച് കാണുമോ? ഒന്നുകൂടെ പറയുന്നില്ല. പക്ഷേ യോന പറയുന്നുണ്ട്, ഒരു കാര്യം യോന പറയുന്നുണ്ട്. പാതാളത്തിൻ്റെ വയറ്റിൽ വെച്ച് ഞാൻ അയ്യം വിളിച്ചു, അയ്യോ ദൈവമേ നീ ഞാൻ വിളിച്ചു. സ്നേഹിതരെ, നിങ്ങൾ ആപത്തിൻ്റെ പടുകുഴിയിൽ പെടുമ്പോഴും നിങ്ങൾ വിളിച്ചുകൊള്ളൂ ദൈവത്തെ. നിങ്ങൾ ദുരിതത്തിൻ്റെ ഭീകരക്കയത്തിൽപ്പെട്ട് ഉഴലുമ്പോഴും നിങ്ങൾ വിളിച്ചുകൊള്ളൂ ദൈവത്തെ. നിങ്ങൾ അനർത്ഥങ്ങളുടെ ചുഴിയിൽപ്പെട്ട് കറങ്ങുമ്പോഴും നിങ്ങൾ വിളിച്ചുകൊള്ളൂ ദൈവത്തെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതേത് ആവശ്യങ്ങൾ വരുന്നു, അപ്പോഴെല്ലാം നിങ്ങൾക്ക് വിളിക്കാം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ സങ്കീർത്തനക്കാരൻ പാടി. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. സ്നേഹിതരെ, നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം സകലവും നിർവഹിക്കും. നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ്. ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈവമുണ്ട് എന്നുള്ളതിന് വേറെ തെളിവൊന്നും നോക്കണ്ട. ദൈവമുണ്ട് എന്നുള്ളതിന് ഏതെങ്കിലും തത്വചിന്തകൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് പോയിൻ്റുകൾ എഴുതി കാണാ പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് മഹാന്മാർ പറഞ്ഞ വാക്കുകൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊറ്റയ്ക്കിരുന്ന് ദൈവമുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് അനുഭവിക്കാം. നിങ്ങളെ എങ്ങലടിച്ച് കരയുമ്പോൾ, ആവശ്യക്കാരനായി മുട്ടി വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് അനുഭവിക്കാം. അതാണ് ഏറ്റവും വലിയ തെളിവ്. സ്വന്തം അനുഭവത്തിൽ വിളിച്ചപ്പോഴെല്ലാം വിളി കേൾക്കുന്ന ഒരു ദൈവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 21-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എൻ്റെ അധരങ്ങളുടെ യാതന അവൻ നിഷേധിച്ചതുമില്ല,
അധരങ്ങളുടെ യാചന നിഷേധിക്കാത്ത ദൈവം, ചോദിച്ചാൽ തരുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം, പാവപ്പെട്ട മനുഷ്യൻ്റെ ഏങ്ങലടികൾ മുഴുവൻ ഏറ്റുവാങ്ങുന്ന ദൈവം, ഹൃദയത്തിൻ്റെ വിതുമ്പലുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, അവൻ്റെ ചൂട് നെടുവീർപ്പുകളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ ആശ്വാസം പകരുന്ന ദൈവം, അവൻ്റെ തലമേൽ തന്നെ ദുഃഖരം വെച്ച് അവനെ ആശ്വസിപ്പിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യും ദൈവം, ജീവനുള്ള ദൈവം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവനിന്നും ജീവിക്കുന്നു. എവിടെ വേദനയുണ്ടോ അവനോട് ഓടി അണയുന്നു, എവിടെ ദുഃഖത്തിന് നിലവിളിയുണ്ടോ അവൻ ഓടിപ്പാഞ്ഞെത്തുന്നു. കർത്താവായ യേശു നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ ദൈവം നല്ലവനാണ്. യേശു ക്രിസ്തു നല്ലവനാണ്, അവൻ വല്ലഭനാണ്, അവൻ സ്നേഹമാണ്, അവൻ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ഞാൻ ആവർത്തിച്ച് പറയും, ദൈവം സ്നേഹം മാത്രമാണ്. നിങ്ങളെത്രമാത്രം തെറ്റിലേക്ക് പോകുമ്പോഴും, നിങ്ങൾ എത്രയേറെ പാവങ്ങളിൽ കുടുങ്ങുമ്പോഴും, ഏതെല്ലാം തരത്തിൽ നിങ്ങൾ ദൈവത്തെ നിഷേധിച്ച് മാറുമ്പോഴും ദൈവം നിങ്ങളെ വെറുക്കുന്നില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല, ദൈവം നിങ്ങളെ വെട്ടിക്കളയുന്നില്ല, ദൈവം നിങ്ങളെ തള്ളിക്കളയുന്നില്ല, ദൈവം നിങ്ങളെ നിഷ്കാസനം ചെയ്യുന്നില്ല. ദൈവം നിങ്ങളെ ചേർത്തണയ്ക്കാൻ കരം നീട്ടുകയാണ്. സ്നേഹത്തിൻ്റെ മകുടം ചൂടിക്കൊണ്ടവൻ വന്ന് നിങ്ങളെ സ്നേഹത്തിൻ്റെ മധുരവാക്കുകളാൽ അവൻ തൻ്റെ തിരുമാറോട് അണയ്ക്കുവാൻ വെമ്പലുകൊള്ളുകയാണ്. സ്നേഹനിധിയായ ക്രിസ്തു ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ അരികത്തേക്ക് ക്രിസ്തു വന്നിരിക്കുകയാണ്. ആ സ്നേഹം നിങ്ങളെ സന്ദർശിക്കുകയാണ്. ആ സ്നേഹം നിങ്ങളോട് വാദിക്കുകയാണ്. നിങ്ങൾ അവനെ തിരിച്ചറിഞ്ഞില്ല, നിങ്ങൾ യേശുവിനെ കണ്ടില്ല, നിങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലെത്തിയില്ല, നിങ്ങൾ ദൈവത്തോട് വിളിച്ച് അപേക്ഷിച്ച് അനുഭവങ്ങൾ പ്രാപിച്ചില്ല. പക്ഷേ ദൈവം നിങ്ങളെ തന്നെ വിളിച്ചുകൊണ്ട് വരികയാണ്. നിങ്ങൾ അവനെ അന്വേഷിച്ചില്ലെങ്കിലും അവൻ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നിങ്ങളുടെ പിറകെ വരികയാണ്. നിങ്ങൾ അവനെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ മുഴുവൻ അറിഞ്ഞുകൊണ്ട് അവൻ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. നിങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിഞ്ഞുകൊണ്ട്, നിങ്ങൾ നടക്കുന്നതും കിടക്കുന്നതും കണ്ടുകൊണ്ട്, നിങ്ങളുടെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിച്ചുകൊണ്ട്, അവൻ അറിയാതെ ഒരു വാക്ക് നിങ്ങളുടെ നാവിലില്ല എന്ന് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം പുതുക്കി തരാൻ അവൻ നിങ്ങളെ സമീപിക്കുകയാണ്. കഴിഞ്ഞകാല ജീവിതം മുഴുവൻ മാറ്റി, നിങ്ങളുടെ ജീവിതത്തിലെ അനർത്ഥങ്ങളെല്ലാം മാറ്റി, നിങ്ങളുടെ ജീവിതത്തിലെ കെടുതികളും കേടുകളും മാറ്റി നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തരാൻ യേശു ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് യോന അയ്യം വിളിച്ചു, സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് യോന നിലവിളിച്ചു, തിമിംഗലത്തിൻ്റെ വയറ്റിനുള്ളിൽ നിന്ന് യോന നിലവിളിച്ചു. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തന്നെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടനിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു, നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. എൻ്റെ ദൈവമേ, നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. ദൈവമേ, നിൻ്റെ നീതി എന്നെ ശിക്ഷിച്ചു. നീ നീതിമാനായ ദൈവമാണ്. നീതിമാനായ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം പക്ഷഭേദമുള്ളവനല്ല. ദൈവത്തിൻ്റെ നീതി കുറ്റവാളിയെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. നിൻ്റെ നീതി എന്നെ ശിക്ഷിച്ചു. നീ എന്നെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞു. എൻ്റെ കുറ്റത്തിനൊത്തതുപോലെ എനിക്ക് ശിക്ഷ കിട്ടി. ഞാൻ മൂലം കപ്പലിന് കേടുണ്ടായി. ഞാൻ മൂലം കപ്പലിലെ ചരക്കിന് നഷ്ടം വന്നു. ഞാൻ മൂലം കപ്പലിലുള്ള യാത്രക്കാർക്ക് വളരെ ദുഃഖം വന്നു, വളരെ പ്രതിസന്ധി വന്നു. എൻ്റെ ദൈവമേ, ഞാൻ ഉത്തരവാദിയായിരുന്നു. നീ എന്നാൽ എൻ്റെ കർത്താവേ, എൻ്റെ പാപം അത് അത്യന്തം വലുതാകൊണ്ട് നീ എന്നെ സമുദ്രത്തിലേക്ക് ഇട്ട് കളഞ്ഞു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, പ്രവാഹം എന്നെ ചുറ്റി, സമുദ്രജലപ്രവാഹം എന്നെ ചുറ്റി, പ്രവാഹം എന്നെ ചുറ്റി. നിൻ്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി. വെള്ളത്തിലെ ഓളങ്ങൾ, തിരകൾ അതെല്ലാം മീതെ കടന്നുപോയി. അയ്യോ, ഞാൻ ഏതൊരു വലിയ ദുരവസ്ഥയിലായിരുന്നു, എത്ര വലിയ കെടുതിയിലായിരുന്നു, എത്ര വലിയ അനർത്ഥത്തിലായിരുന്നു. എങ്കിലും കർത്താവേ, ഇപ്പോൾ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ നിൻ്റെ കരുണയിൻ പ്രകാരം നീ എന്നെ രക്ഷിച്ചു, നീ എനിക്ക് ഉത്തരമരുളി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നീതി പാപിയെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരുണ പാപിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നീതിയും പ്രകാരം ദൈവം മനുഷ്യനോട് ഇടപെടുകയും മനുഷ്യനെ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ കരുണ നമ്മെ വീണ്ടെടുക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് ഗോകുൽത്തായിലെ കുരിശിൽ നാം കാണുന്നത്. അതാണ് ക്രൂസിലെ സ്നേഹം എന്ന് പറയുന്നത്.
ദൈവത്തെ നീതിപ്രകാരം പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കണം, പാപം ചെയ്യുന്ന മനുഷ്യൻ ശിക്ഷിക്കപ്പെടണം. പാപത്തിന് ശിക്ഷയുണ്ട്. അതാണ് തിരുവചനം പറയുന്നത്, നിന്റെ പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും, നിന്റെ പാപം നിന്നെ കണ്ടെത്തും, സംശയമില്ല. അതാണ് ദൈവത്തിൻ്റെ നീതി. പാപത്തിന് ശിക്ഷയുണ്ട്, പാപത്തിന് തക്കതായി ശിക്ഷ കിട്ടിയേ പറ്റൂ. അത് ദൈവത്തിൻ്റെ നീതിയാണ്. നീതിമാനായ ദൈവം നീതിയോടെ വിധിക്കുന്നവനാണ്. അതുകൊണ്ട് മനുഷ്യൻ ശിക്ഷ ഏൽക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കരുണയുണ്ട്. ദൈവം സ്നേഹവാനാണ്, ദൈവം കാരുണ്യവാനാണ്. കാരുണ്യവാനായ ദൈവം ഈ മനുഷ്യനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നീതിயின் പ്രകാരം അവനെ ശിക്ഷിക്കണമെങ്കിലും അവനെ കരുണയിൻ പ്രകാരം രക്ഷിക്കണം. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ ഭൂമിയിലേക്ക് നമ്മിലൊരാളെ പോലെ ദൈവം ഇറങ്ങി വന്നു. ഈ ഭൂമിയിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ നിത്യനായ ദൈവം ഇറങ്ങി വന്നു. ചരിത്രത്തിൽ ഒതുങ്ങാത്തവനായ ദൈവം, BC യിലും AD യിലും ഒതുങ്ങാത്തവനായ ദൈവം, ചരിത്രത്തിൻ്റെ യുഗങ്ങൾക്കുള്ളിൽ ഒതുങ്ങാത്തവനായ ദൈവം ഒരു പ്രത്യേക കാലയളവിൽ യേശുക്രിസ്തുവിൽ ഒതുങ്ങി. ഒരു പ്രത്യേക കാലയളവിൽ ആ ജീവനുള്ള ദൈവം ഭൂമിയിൽ തിരുവവതാരം ചെയ്തു. ഒരിടത്തും ഒതുങ്ങാത്തവനായ ദൈവം ബേത്ലഹേം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒതുങ്ങി. ഒരിടത്തും ഒതുങ്ങാത്തവനായ ദൈവം കന്യമറിയാമെന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒതുങ്ങി. ദൈവത്തിന് സ്തോത്രം. ഒരിടത്തും ഒതുങ്ങാത്തവനായ ദൈവം ഗലീല നാടുകളിൽ ഒരു 200 നാഴികയ്ക്കുള്ളിൽ ഒതുങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ. ഒരിടത്തും ഒതുങ്ങാത്തവനായ ദൈവം, ഒരു കാലത്തും ഒരു ദേശത്തും ഒരിടത്തും ഒതുങ്ങാത്തവനായ ദൈവം, സകല അണ്ടകടാഹത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ മെനഞ്ഞവനായ ദൈവം, ഈ നിത്യനായ ദൈവം ഈ ഭൂമിയിൽ ഒരു പുൽക്കൂട്ടിൽ ഒതുങ്ങിക്കിടന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ ദൈവം അവിടുന്ന് കാനാവിലെ കല്യാണ വീട്ടിലേക്ക് എഴുന്നള്ളി. ആ ദൈവം, മനുഷ്യനായി അവതരിച്ച ദൈവം, അവിടുന്ന് കഫർന്നൂമിലെ ശീമോൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. ആ ജീവനുള്ള ദൈവം ബേഥസ്ദ കുളക്കരയിലേക്ക് ചെന്നു. ആ ദൈവം നയീൻ പട്ടണത്തിൻ്റെ തെരുവിലൂടെ നടന്നു. ആ ദൈവം എറിഹോ തെരുവിലൂടെ സഞ്ചരിച്ചു. ആ ജീവനുള്ള ദൈവം ബേത്സയിദയുടെ മലഞ്ചെരുവിൽ ചെന്ന് 5 5000 ആഹാരമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ആ ജീവനുള്ള ദൈവം അന്ന് ഗോകുൽത്തായിലെ കുരിശിൽ ഒതുങ്ങിക്കിടന്നു. കർത്താവിന് സ്തോത്രം. ആ ദൈവം അരിമത്യക്കാരൻ യൗസേപ്പിൻ്റെ കല്ലറയിൽ ഒതുങ്ങിക്കിടന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ദൈവം ഉയർത്തെഴുന്നേറ്റ് അവൻ ജീവിക്കുന്നു. എന്തിനെന്ന് നിങ്ങൾക്കറിയാമോ? അവനിന്ന് ജീവിക്കുന്നത് എൻ്റെ ഈ ചെറിയ മനുഷ്യൻ, ഈ നിസ്സാര മനുഷ്യൻ്റെ ചെറിയ ഹൃദയത്തിനുള്ളിൽ ഒതുങ്ങിയിരിക്കാൻ. എൻ്റെ കർത്താവിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ തുറക്കുമോ? കാലങ്ങളിൽ ഒതുങ്ങാത്തവൻ, ദൈവത്തിന് സ്തോത്രം, ചരിത്രത്തിൽ ഒതുങ്ങാത്തവൻ, യുഗങ്ങളുടെ സീമകൾക്കുള്ളിൽ ഒതുങ്ങാത്തവൻ, അതിരുകളിൽ ഒതുങ്ങാത്തവനായ ദൈവം പാവപ്പെട്ട മനുഷ്യൻ്റെ, സാധുവായ മനുഷ്യൻ്റെ, നിസ്സാരനായ മനുഷ്യൻ്റെ, അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യൻ്റെ, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ്റെ, വെറും സാധാരണക്കാരനായ മനുഷ്യൻ്റെ ഹൃദയത്തിനുള്ള ഒതുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവനിതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. മകനെ, നീ പലരെയും ഒതുക്കിയവനാണ്, പലരെയും വിഷമിപ്പിച്ചവനാണ്, പലരെയും നൊമ്പരപ്പെടുത്തിയവനാണ്. മകളെ, നീ പലരെയും കരയിപ്പിച്ചവളാണ്, പലരെയും നഷ്ടപ്പെടുത്തിയവളാണ്, പലർക്കും നാശം വരുത്തിയവളാണ്. എന്നാൽ യൗവനക്കാര, നിന്നോടിപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ഒതുങ്ങാമെന്ന്, നിന്റെ ഹൃദയത്തിൽ ഒതുങ്ങി വസിക്കാമെന്ന്, നിന്റെ ഹൃദയത്തിൽ ജീവനുള്ള ദൈവമായി ഒന്ന് ആവസിക്കാമെന്ന് പറയുന്നു. നിന്റെ ഹൃദയത്തിൽ ദൈവമായി ഒന്നിരിക്കാമെന്ന് പറയുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ ഇരിക്കാനാണ്. ദൈവവൈതലേ, നിന്റെ ഹൃദയത്തിൽ വസിക്കാനാണ് അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. അവന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുമോ? അവനായി നിങ്ങളുടെ ഉള്ളം തുറക്കുമോ? പാതാളത്തിന് വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്. എവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലും കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീരണിഞ്ഞാൽ കണ്ണുനീരൊപ്പിത്തരുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയം ഏങ്ങലടിക്കുമ്പോൾ വന്ന് തലോടി തരുന്നൊരു ദൈവമുണ്ട്. ഉള്ളു വിങ്ങുമ്പോൾ ഹൃദയം തണുപ്പിച്ച് തരുന്നൊരു ദൈവമുണ്ട്. ഉള്ളു ചൂട് പിടിച്ച് ഉള്ളു ഉരുകുമ്പോൾ ഹൃദയത്തെ കുളിർമ തന്ന് ആശ്വസിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. ഈ യേശുവിനെ നിങ്ങൾക്ക് നാഥനായി വേണമോ? അവൻ്റെ കരുണപ്രകാരം രക്ഷിപ്പാനാണ് വന്നത്. നീതിയും പ്രകാരം ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. ആ ശിക്ഷയെല്ലാം അവനിതാ ഏറ്റുവാങ്ങിയിരിക്കുന്നു. നീതിயின் പ്രകാരം ശിക്ഷിക്കേണ്ടതാണ്. അവൻ നിനക്ക് വേണ്ടി
മകനെ ശിക്ഷ ഏറ്റിരിക്കുന്നു, മകളെ നിനക്ക് വേണ്ടി ശിക്ഷ ഏറ്റിരിക്കുന്നു. ആ ശിക്ഷ മുഴുവൻ അവൻ തൻ്റെ സ്വന്തം ശരീരത്തെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. അവൻ്റെ കൈകൾ മുറിക്കപ്പെട്ടത് അതുകൊണ്ടാണ്, അവൻ്റെ കാലുകൾ തുളയ്ക്കപ്പെട്ടത് അതുകൊണ്ടാണ്, അവൻ്റെ ചങ്ക് കുന്തം കൊണ്ട് കുത്തി തുറന്നത് അതുകൊണ്ടാണ്, അവൻ്റെ ചങ്കിൽ നിന്ന് ചോരയും നീരും പൊട്ടി പുറപ്പെട്ടത് അതുകൊണ്ടാണ്, അവൻ്റെ മുഖത്തേക്ക് കന്നത്ത് അവരാഞ്ഞടിച്ചത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ മുഖം വീങ്ങിയത് അതുകൊണ്ടാണ്, അവൻ്റെ കവിളത്തിന് രോമങ്ങൾ പിടിച്ചെടുത്ത് അതുകൊണ്ടാണ്, അവൻ്റെ മുഖത്തേക്ക് അവർ തുപ്പിയത് അതുകൊണ്ടാണ്. ഞാനാണ് ഈ ശിക്ഷകളെല്ലാം ഏൽക്കേണ്ടത്. അവൻ്റെ ശിരസിൽ മുൾമുടിയേറ്റത് ഞാൻ ഏൽക്കേണ്ട ശിക്ഷ അവൻ ഏറ്റതാണ്. ദൈവ പൈതലേ, ഞാൻ വെയിൻ ഗ്ലോറി, വെറും വ്യർത്ഥ മഹത്വം നേടാൻ ഞാൻ ആഗ്രഹിച്ചു, പ്രശംസ കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചു, ആളുകളുടെ ബഹുമതി കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചു, ആളുകളുടെ മുമ്പിൽ ആളാവാൻ ഞാൻ ആഗ്രഹിച്ചു, ആളുകളുടെ മുമ്പിൽ പ്രസിദ്ധനാകാൻ ഞാൻ ആഗ്രഹിച്ചു, ആളുകളുടെ മുമ്പിൽ വലിയവനെന്ന് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ആ സ്വയമഹത്വത്തിൻ്റെ നിസ്സാരത എനിക്ക് കാണിച്ചു തരാൻ അവനിതാ എൻ്റെ ശിക്ഷ അവനേറ്റു, അവൻ്റെ തലയിൽ മുൾമുടി വെച്ചു. ദൈവത്തിന് സ്തോത്രം. വെയിൻ ഗ്ലോറി മാറ്റാൻ അവനിതാ ജീവനുള്ള ദൈവം, അവൻ ഏറ്റവും വലിയ നിന്നയുടെ മുൾമുടി അവൻ വഹിച്ചു. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, ഈ യേശുവിൻ്റെ കരുണ നമ്മെ രക്ഷിക്കാനായി ഇതെല്ലാം ചെയ്തു. എൻ്റെ കർത്താവിന് സ്തുതി. നിങ്ങളിത് വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ പറയും ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് എൻ്റെ പാവത്തിന് വേണ്ടി മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പഴയതുപോലെ ജീവിക്കില്ല. ഉറപ്പാണത്. വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പഴയതുപോലെ ജീവിക്കുകയില്ല. പറഞ്ഞു തരാം. തിരുവചനം എന്ത് പറയുന്നു? 1 പത്രോസ് 2:24 വായിക്കാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്തിന്? നാം പാപം സംബന്ധിച്ച് മരിക്കണം, നീതിക്ക് ജീവിക്കണം. അതിനാണ്. ഒന്നുകൂടി വായിച്ച് കേൾക്കാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് കർത്താവായ യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അത് വിശ്വസിക്കുന്നവർക്ക്, പാപം സംബന്ധിച്ച് മരിക്കുകയും ക്രിസ്തുവിൻ്റെ നീതിയിൽ ജീവിക്കുകയും ചെയ്യാൻ തീരുമാനമെടുക്കുന്നവർക്ക്, അവർക്ക് അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് മാത്രം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ സൗഖ്യം അനുഭവിക്കുന്നത് നാം നീതിക്ക് ജീവിക്കുമ്പോഴാണ്. ഇതുവരെ ജീവിച്ചതുപോലല്ല. എല്ലാം മാറും. ഒരാൾ എന്നെ വിളിച്ചു, സാറേ എനിക്ക് ഈ പാപത്തിന് മേൽ ജയം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ അത് വിഷമിക്കണ്ട, നീ മനഃപൂർവ്വം നീ പാപത്തോട് പോരാടണം. കർത്താവിൻ്റെ വചനം അങ്ങനെ പറയുന്നത്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോട് തീർന്നിട്ടില്ല. മരിക്കേണ്ടി വന്നാൽ ഞാൻ ആ പാപം ചെയ്യുകയും തീരുമാനിക്കണം. സാറേ ഞാൻ അങ്ങനെയൊക്കെ തീരുമാനിച്ചു, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോനെ നീ അങ്ങനെ തീരുമാനിച്ചെന്ന് പറയുന്നതേ ഉള്ളൂ. നിൻ്റെ ഉള്ളിൽ അതുപോലെ നിർബന്ധമില്ല, നിൻ്റെ ഹൃദയത്തിൽ അതുപോലെ നിർബന്ധമില്ല. അതുകൊണ്ടാണ് എനിക്ക് ജയിച്ചേ പറ്റൂ. ഞാൻ ഇനി വിഷം കുടിക്കുകയില്ല, ഇനി ഈ പാപമാകുന്ന വിഷം തൊടുകയില്ല, ഇനി മരണമുണ്ടാക്കുന്ന പാപത്തെ ഇനി ഞാൻ എൻ്റെ അടുത്ത് വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. സ്വന്തമായി തീരുമാനം വേണം കുഞ്ഞേ. നിനക്ക് ആ തീരുമാനം ഉണ്ടെന്ന് തോന്നലാണ്. നിൻ്റെ ആവശ്യം വ്യക്തമായി നിൻ്റെ ഹൃദയത്തിൽ വന്നാൽ നിനക്ക് ജയിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, കുഞ്ഞേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ എന്നോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? പേര് പറഞ്ഞു. ഫോണിൽ കൂടിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലമില്ല. നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമോ? തീർച്ചയായും സാറേ, ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കും. തീർച്ചയായിട്ടും ഞാൻ മനസ്സറിഞ്ഞിന് പാപം വരില്ല, ഞാൻ നോക്കിക്കൊള്ളാം. വെരി ഗുഡ്, നല്ലത്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ കൃപ നിന്നോടുകൂടെ ഉണ്ട്. പറഞ്ഞു കൊടുത്തു. ഇനി അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം ഒരു കാര്യം പറയാം. നിങ്ങൾക്കാർക്കെല്ലാം നീതിക്ക് വേണ്ടി ജീവിക്കാൻ താല്പര്യമുണ്ട്, അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചിരിക്കുന്നു, എൻ്റെ ശിക്ഷ മുഴുവൻ യേശു ഏറ്റതുകൊണ്ട് ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുന്നുവെന്ന് ആർക്കെല്ലാം തീരുമാനമുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് ജയജീവിതം ലഭിക്കും. പാപത്തിന് മേൽ ജയം ലഭിക്കും. കോപം നിങ്ങളിൽ നിന്ന് മുഴുവനായി മാറിപ്പോകും. നിങ്ങളുടെ അശുദ്ധ വികാരങ്ങൾ മാറിപ്പോകും. മ്ലേച്ഛ മോഹങ്ങൾ വിട്ടുപോകും. നിങ്ങളെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നതായ വൈരാഗ്യ സ്വഭാവങ്ങൾ മാറിപ്പോകും.
നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ നീരസവും കയ്പും എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ വിട്ടുപോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ ദ്രവ്യാഗ്രഹവും എല്ലാം മാറിപ്പോകും. നിങ്ങളുടെ ഹൃദയം ശാന്തമാകും. ഒന്നും നിങ്ങളുടെ ഹൃദയത്തെ തൊടാതാകും. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞ് അധിക്ഷേപിച്ചാലും തെറ്റിദ്ധാരണകൾ വരുത്തുന്ന കിംവദന്തികൾ പരന്നാലും നിങ്ങളുടെ ഹൃദയത്തെ തൊടാതാകും. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൽ ശാന്തതയോടുകൂടി ഇരിക്കും. ക്രിസ്തു നിങ്ങൾക്ക് സമാധാനമായിരിക്കും. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് പാവം കൂടാതെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെ നാഥ, അതിന് ഞാനിതാ തീരുമാനമെടുക്കുന്നു. എന്നെ തന്നെ നിൻ്റെ ആണിപ്പാടുള്ള ഭാഗത്ത് നിങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും സമർപ്പിക്കാം. നിങ്ങളുടെ ഭാവി സമർപ്പിക്കാം. പുതിയ ജീവിതത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. നിങ്ങളുടെ ജീവിതം സ്വർഗ്ഗതുല്യമായി തീരും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായി തീരും. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിങ്ങളും പറന്നുയരും. പ്രിയപ്പെട്ടവരെ, അതിന് നമുക്ക് ഒരുങ്ങാം. നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, ഇന്ന് ഈ വാക്കുകളെ കേട്ട് തീരുമാനമെടുത്ത ഓരോരുത്തരുമേലും തൃക്കരം വയ്ക്കണമേ. കർത്താവേ, തിരുരക്തം പുരട്ടണമേ. തിരുരക്തത്താലുള്ള ജയജീവിതം നൽകണമേ. ജയമുള്ള സ്ലീബായാൽ ഓരോരുത്തരെയും ജയിപ്പിക്കണമേ. പാപത്തിൻ്റെ മേലുള്ള ജയമാണ് ജീവിതത്തിൻ്റെ പ്രമാണമെന്ന് ഓർക്കുവാൻ തക്കമുള്ളതായ താല്പര്യം എല്ലാവർക്കും ഹൃദയത്തിൽ നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണോടത്ത് രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.